ഹായ് ഡിയർ, വെൽക്കം ടു ദ വോയിസ് ഹബ്. പാരൻസിൻ്റെ ഇഷ്ടത്തിന് വിവാഹം കഴിച്ച് ജീവിക്കുന്ന വ്യക്തികളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമ്മുടെ പാരൻസ് നമ്മൾ ജനിച്ച അന്ന് മുതൽ, അതല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ വയറ്റിലായിരിക്കുന്ന സമയം മുതൽ ഈ നിമിഷം വരെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി വളർത്തിയിട്ടുള്ള വ്യക്തികളാണ്. നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് നമ്മളെ നല്ല ഭാവിക്ക് വേണ്ടി എല്ലാം നമുക്ക് നടത്തി തന്നിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അത്തരത്തിലുള്ള പാരൻസിന് അവരവരുടെ മക്കളെ ആരെ വിവാഹം കഴിക്കണം, എങ്ങനെ അവർ ജീവിക്കണം എന്നൊക്കെയും തീരുമാനിക്കാനുള്ള അവകാശവും ഉണ്ട്. പക്ഷേ അവരാണല്ലോ മുന്നോട്ട് ജീവിക്കേണ്ടത്. ആ രണ്ട് വ്യക്തികളാണ് മുന്നോട്ട് ജീവിക്കേണ്ടത്. ആ രണ്ട് വ്യക്തികൾക്കും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും മുന്നോട്ട് ജീവിക്കാനായി സാധിക്കണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗവും ഈ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്കാണ് പോകുന്നത്. അവിടെ അവർക്ക് പരസ്പരം സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നില്ല എങ്കിൽ ആ രണ്ട് വ്യക്തികളും വളരെ വ്യത്യസ്തമായ ഒരു ജീവിതം ഒരു വീട്ടിനുള്ളിൽ കഴിച്ചുകൂട്ടും. ആദ്യം അവർ അവരുടെ പാരൻസിന് വേണ്ടി, പിന്നെ അവർക്ക് ജനിക്കുന്ന മക്കൾക്ക് വേണ്ടി അവരങ്ങനെ ജീവിച്ചു തീർക്കും. ചില വ്യക്തികൾക്ക് വിവാഹമേ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള വ്യക്തികൾ അവരുടെ പാർട്ട്ണറോട് അവരെങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, ആ ഒരു പാർട്ട്ണർ അവിടെ സഫർ ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ രണ്ട് ജീവിതങ്ങളാണ് പാഴായി പോകുന്നത്. അതുപോലെ മറ്റു ചിലർക്ക് മറ്റൊരു അഫെയറോ എന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. അത് വീട്ടുകാർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ ഈ വ്യക്തിക്ക് യോജിക്കാത്തതായതുകൊണ്ടോ അവർ പാരൻസ് ഒരു നല്ലൊരു വ്യക്തിയെ കണ്ടെത്തി വിവാഹം കഴിപ്പിക്കുകയാണ്. അവിടെയും ഇവർക്കൊരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നില്ല. ചിലരിതൊക്കെ താതാത്മ്യം പ്രാപിച്ച് ജീവിതവുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകും. മറ്റു ചിലർക്ക് അതിന് സാധിക്കണമെന്നില്ല. അവിടെയും രണ്ട് വ്യത്യസ്തമായ ജീവിതം ഒരു വീടിനുള്ളിൽ അവർ ജീവിച്ചു തീർക്കും. ഈ ജീവിതകാലം മുഴുവനും കുട്ടികൾക്ക് വേണ്ടി മാത്രമായിരിക്കും അവരൊന്ന് സംസാരിക്കുകയോ സഹകരിക്കുകയോ ഒക്കെയും ചെയ്യുന്നത്. മറ്റു ചില കേസസിൽ അവർക്ക് സെയിം ജെൻഡറിനോടായിരിക്കും ഇൻട്രസ്റ്റ്. അത്തരത്തിലുള്ളൊരു പാർട്ട്ണറെ അവർ ചിലപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടാവും. അപ്പോൾ വീട്ടുകാർക്ക് ആ ഒരു വിവാഹം നടത്തി കൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ സമൂഹത്തിലെ എന്താകും അവരുടെ ഒരു അവസ്ഥ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ഡിഫറെൻറ്റ് ജെൻഡറിലുള്ള ഒരു വ്യക്തിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. അവിടെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് ആ വിവാഹം കഴിച്ചു കൊടുത്തില്ലേ, പാർട്ട്ണറില്ലേ, അവരാണ്. ഈ ഒരു വ്യക്തി എത്തരത്തിലായിരിക്കും അവരോട് പെരുമാറുന്നത്, അവിടെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു പാരൻ്റാണ്, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ഇഷ്ടത്തിന് വിവാഹം കഴിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ, മക്കളുടെ ലൈഫ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഇടപെടരുത്. അവരെ ഒരുമിച്ച് ചേർക്കാനും ശ്രമിക്കരുത്, അവരെ വേർപിരിക്കാനും ശ്രമിക്കരുത്. അവരിങ്ങനെ തന്നെ ജീവിച്ചു പൊക്കോട്ടെ. ആ ഒരു ജീവിതത്തിൽ സെറ്റിലായി കഴിഞ്ഞു. പക്ഷേ നിങ്ങൾക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കും നിങ്ങളുടെ ആ മകൾക്ക് അല്ലെങ്കിൽ മകന്, അതല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറായ നിങ്ങളുടെ മരുമകൾക്ക് അല്ലെങ്കിൽ മരുമകന്. നിങ്ങൾ ദൂരെ നിന്ന് അവരുടെ ജീവിതം നോക്കിക്കണ്ട് അവർക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട് കൊടുത്ത് ഇനിയുള്ള കാലം നിങ്ങൾ അവർക്കൊരു താങ്ങും തണലുമായി നിന്ന് മുന്നോട്ട് പോകും. ഇവിടെ ഏറ്റവും വേദനാജനകമായ കാര്യം, സ്വന്തം മക്കളെ അത്രയും നന്നായി നോക്കി വളർത്തി കൊണ്ടുവന്നിട്ട് അവരുടെ ജീവിതം പാഴാകുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് പാരൻസ് കാരണമാകുന്നു എന്നുള്ളതിലാണ്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്ന് പറയുന്നില്ല, അറിയാതെയും സംഭവിച്ചു പോകാറുണ്ട്. പക്ഷേ ഇനി എന്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും, അതാണ് ഇവിടുത്തെ കാര്യം. ഇനി നിങ്ങൾക്ക് അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കും. ആ ചെറുമക്കളെയൊക്കെ ഒന്ന് സ്നേഹിച്ചും ലാളിച്ചും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് മക്കൾക്ക് വിവാഹം നടത്തി കൊടുക്കാൻ ഇരിക്കുന്ന ഒരു പാരൻ്റ് ആണെങ്കിൽ ഒന്ന് ചിന്തിക്കും.
നിങ്ങളാണ് ഈ അവസ്ഥയിലെങ്കിലോ, നിങ്ങളെ ഇതുപോലെ നിർബന്ധിച്ച് മറ്റൊരാളെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലോ, ഞാൻ ഈ പറഞ്ഞ 3 കാറ്റഗറിയിലുള്ള ഒരു ആൾ രീതിയിലാണെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെക്കൊണ്ട് സാധിക്കും അവരുടെ ഇഷ്ടത്തിന് ഒരു വിവാഹം നടത്തി കൊടുക്കാൻ എന്നുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അവർ ജീവിച്ചോട്ടെ എന്ന് വെച്ചാൽ എല്ലാം അവരുടെ ഇഷ്ടത്തിന് വിട്ടു കൊടുക്കണം എന്നല്ല. അപ്പോൾ അവർക്ക് മറ്റൊരു റിലേഷൻ ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നടത്തി കൊടുക്കുക, ഇല്ലെങ്കിൽ അവർക്കൊരു ടൈം കൊടുക്കുക. അവർക്ക് നല്ല രീതിയിൽ ഒന്ന് ആലോചിച്ച് തീരുമാനിക്കുന്നതിനും അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്നതിനൊക്കെയും ഉള്ള ഒരു ടൈം കൊടുക്കുക. അതിനുശേഷം അവർ സ്വയം തീരുമാനിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് അവർ പൊക്കോട്ടെ, നിങ്ങളുടെയൊക്കെ ആശീർവാദത്തോടു കൂടി പൊക്കോട്ടെ. നിർബന്ധിച്ച് അവരെ ഒരു റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക. വിവാഹം ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണെങ്കിലും അവർ സ്വയം തീരുമാനിച്ചോട്ടെ, അവരുടെ ജീവിതമല്ലേ, അവരല്ലേ ജീവിച്ച് തീർക്കേണ്ടത്. ചിലപ്പോൾ അവർ ഒരു വിവാഹം കഴിക്കാതെ ഇരുന്നാൽ ഉണ്ടാകുന്ന ഒരു, എന്തായാലും എല്ലാവരുടെ ജീവിതത്തിലും പെയിനുണ്ട്. അതിനേക്കാളും പെയിൻ അവർ ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിലേക്ക് പോകുമ്പോൾ അവർ സഫർ ചെയ്യേണ്ടതായിട്ട് വരും. ഒരു വേദന വളരെ ബുദ്ധിമുട്ട് എന്നല്ല, വളരെയധികം പെയിൻഫുള്ളാണ്. ഇത്തരത്തിൽ ഉള്ള വ്യക്തികളോട് സംസാരിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്കാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. അവർക്ക് വേണ്ടി എനിക്കിത് മാത്രമാണ് ചെയ്യാൻ സാധിക്കുക. അവരുടെ ജീവിതം അവരിപ്പോൾ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ അവരെ ഒരു രീതിയിലും എനിക്ക് സഹായിക്കാൻ സാധ്യമല്ല. എനിക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവരുടെ പാരൻസിന് അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇനി ഏതെങ്കിലും ഒരു പാരൻറ്റ് അങ്ങനെ ഒരു നിർബന്ധിച്ച് കുട്ടികളെ വിവാഹം കഴിപ്പിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒന്ന് മാറി ചിന്തിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ്. എല്ലാം നിങ്ങളെ കുട്ടികളുടെ ഇഷ്ടത്തിന് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങളുടെ മക്കൾക്ക് എന്താണ് ആപ്റ്റായിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് അവരുടെ കൂടി ഇഷ്ടങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവർ ജീവിക്കേണ്ട ഒരു ജീവിതമാണെന്നുള്ള ഒരു ഇത് അവർക്ക് കൊടുത്തുകൊണ്ട് ഒരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുക. പിന്നെ ഒരു കുഞ്ഞു മക്കളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ചെയ്യേണ്ടത് ആ കുഞ്ഞു മക്കളെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കുക. എങ്ങനെയാണ് അവരൊരു വിവാഹ ജീവിതത്തിലേക്കൊക്കെ പോയാൽ അവിടെ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസാണ് അവർ ഏറ്റെടുക്കേണ്ടത്, അവിടെ അവരെങ്ങനെ ആയിരിക്കണം എന്നതൊക്കെ ഉള്ളത് കുഞ്ഞിലെ തന്നെ അവരെ ഒന്ന് നിങ്ങൾ മോണിറ്റർ ചെയ്ത് അവരെ അത്തരത്തിലൊന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. അതാണ് ചെയ്യേണ്ടത്. ബാക്കി അവർ സ്വയം തീരുമാനിച്ചോട്ടെ. അവർക്ക് തീരുമാനിക്കാനുള്ളൊരു ഫ്രീഡം കൊടുക്കും. എന്ന് വെച്ചാൽ ഫുൾ ഫ്രീഡം അല്ല, എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ഒരു പാരൻറ്റിന് ഒരു കുട്ടിയുടെ കാര്യത്തിൽ ഇടപെടുന്നതിലും ഒരു കുട്ടിക്ക് ഒരു ഫ്രീഡത്തിൻ്റെ ലെവലിനും എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ആ ഒരു ലിമിറ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കും ഇടപെടാം. അവർക്കും അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പരിധികളുണ്ട്. ആ പരിധിയിൽ നിന്നുകൊണ്ട് അവർക്കും അവരുടെ പാരൻസിനോട് ആവശ്യപ്പെടാം, എനിക്കിന്നതാണ് വേണ്ടത് എന്ന്. അത് നിങ്ങളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾക്കൊപ്പം നിന്ന് മുന്നോട്ട് പോകൂ. നിങ്ങളുടെ മക്കളുടെ ജീവിതം മനോഹരമാകുന്നതിന് നിങ്ങൾക്ക് ഒരു കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി ആകാൻ സാധിച്ചാൽ അത് തന്നെയല്ലേ ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഞാനിത് പാരൻസിനോട് മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. അവരോടും എനിക്ക് സംസാരിക്കാനുണ്ട്, ആ വ്യക്തികളോട്. അത് അടുത്തൊരു വീഡിയോയിലാകാം. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.